എൻ്റെ പേര് കുര്യാക്കോസ് ടി ഐസക്. ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പോൾ റിട്ടയറായി. ഞങ്ങൾ താമസിക്കുന്നത് മുളന്തുരുത്തിയിലാണ്. ഇതെൻ്റെ പൂർവികരുടെ വീടാണിത്. എൻ്റെ വൈഫ് എന്നെ പോലെ ടീച്ചിങ് പ്രൊഫഷണലാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. എൻ്റെ പേര് ബിന്ദു കുര്യാക്കോസ്. ഞാൻ ഗവൺമെൻറ് UP സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മുളന്തുരുത്തിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീടാണ്, രാമമംഗലം. ഇതെൻ്റെ വല്യാപ്പനായിട്ട് നിർമ്മിച്ച ഭവനമാണിത്. ഏതാണ്ട് 90 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലമെല്ലാം ഈ വീട്ടിലായിരുന്നു. പിന്നീട് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയും വിവാഹത്തിന് ശേഷം ഞങ്ങൾ താമസം മുളന്തുരുത്തിയിലേക്ക് മാറി. എന്നിരുന്നാലും ഈ പൂർവികരായിട്ടുള്ള ഈ വീട് അതേപടി അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ നിലനിർത്താൻ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും കുട്ടികളുടെയും ഒരാഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ റിനോവേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഈ പഴയ വീട് പുതുക്കി പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ലിഖ ഡിസൈൻസിനെ സമീപിക്കുന്നത്. അപ്പോൾ അവർ പ്ലാനും എലിവേഷനും ഞങ്ങളുടെ ഐഡിയാസ് വെച്ചുകൊണ്ട് തന്നെ അത് അവർ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ വന്നത് ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മൂത്ത മകൾ മേഘ, അവൾക്കായിരുന്നു കുറച്ചും കൂടെ, അവളുടെ ബാല്യകാലം മുഴുവനും കൂടുതലും ഇവിടെയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇൻറ്റിമസി അവൾക്ക് വീടിനോടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഐഡിയാസും കൂടെ ചേർത്താണ് ലിഖ ഡിസൈൻസ് ഇതിൻ്റെ പ്ലാനിങ് എല്ലാം പൂർത്തീകരിച്ചത്. ഒട്ടും തന്നെ കൂട്ടിച്ചേർക്കാണ്ട് തന്നെ വളരെ ചെറിയ ഒരു രീതിയിൽ അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നത് നമ്മുടെ ഫ്രണ്ട് പൂമുഖം മാത്രമാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തത്. ബാക്കി എല്ലാ മുറികളും ഉള്ള സൗകര്യം വെച്ച് മാത്രമാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. പിന്നെ മാക്സിമം ഇതിൻ്റെ തടികളെല്ലാം റീയൂസ് ചെയ്താണ് ഇതിൻ്റെ ഫർണിച്ചറുകളെല്ലാം ഉണ്ടാക്കിയത് എന്നാണ് മറ്റൊരു സവിശേഷത. ഇത്രയും വർഷം പഴക്കമുള്ള വീട് റിനോവേറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം വളരെ ആശങ്കയായിരുന്നു. എത്രമാത്രം സക്സസ് ആവും എന്നൊരു ആശങ്ക എല്ലാവരും പ്രകടിപ്പിച്ചു. പക്ഷേ ലിഖ ഡിസൈനും ഞങ്ങളും വളരെ യോജിച്ച് അഭിപ്രായങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോയി. അവസാനം ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായപ്പോൾ ഞങ്ങൾക്ക് വളരെ ആത്മസംതൃപ്തി ഉണ്ടായി. ഒപ്പം എല്ലാവരും വളരെ മനോഹരമായിരിക്കുന്നു എന്നുള്ള ഒരു അപ്രീസിയേഷൻ എല്ലാവരിൽ നിന്നും കിട്ടുകയുണ്ടായി. അപ്പോൾ അതിന് ഞങ്ങളെ സഹായിച്ച ലിഖ ഡിസൈൻസിനോട് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.